അപ്പൊ ഈ ക്ലീൻ ഷേവ് വെക്കുന്നതായിരിക്കും ആ ചെറുപ്പത്തിൽ വെള്ളം വെള്ളമായിട്ടുണ്ടായിരുന്നില്ല. വെള്ളം വെള്ളമായിട്ട് കാണിച്ചില്ല. ഉണ്ടോ എവിടെ? എടുത്തോ, ഇന്റർവ്യൂ എടുത്തോ. പക്ഷെ എനിക്ക് പീറ്റർ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പൈങ്കിളിയിലെ പൈങ്കിളിയിലെ ക്യാരക്ടറൊക്കെ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ വ്യത്യസ്തമായിട്ട് കുറച്ചൊരു ലോല ഹൃദയനായിട്ടുള്ള ഒരു ഗുണ്ടയുടെ ഉള്ളിലുള്ള പ്രണയം ഭയങ്കര രസമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കണ്ടില്ലേ സുധീരേട്ടൻ? നമ്മളെപ്പോഴും ആക്ടറെ ലേബിൾ കുത്തരുത് ഒരിക്കലും. ഓക്കെ, വില്ലൻ, ഐറ്റം ഡാൻസർ, മദർ ക്യാരക്ടർ, ഇങ്ങനെ ലേബിൾ കുത്തരുത്. ആക്ടറാണ്, ആക്ടർ ഇസ് ഫ്രീ ടു ഡു എവറിത്തിങ്. ഓക്കെ, നമ്മൾ ലേബിൾ കുത്തി പോലീസ് ചെയ്താൽ 120 പടം പോലീസ്. ഞാൻ എൻ്റെ വീട്ടില് അസിസ്റ്റന്റ് കമ്മീഷണർ ഡ്രസ്സ്, ഇൻസ്പെക്ടർ ഡ്രസ്സ്, DGP ഡ്രസ്സ്, ഇങ്ങനെ എല്ലാ ഡ്രസ്സും ആ ഡ്രസ്സ് തയ്ക്കാൻ കാരണം എന്താണെന്നറിയോ? പോലീസ് ഡ്രസ്സ് ഫിറ്റിംഗ് ഇല്ലെങ്കിൽ ആ ക്യാരക്ടർ പോകും. അതുകൊണ്ട് ഞാനൊരു ജോഡി തയ്ച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഷൂട്ടിംഗ് ഫസ്റ്റ് ഡേ ഞാനത് ഇടാം. ഇനി കോസ്റ്റ്യൂമർ തയ്ച്ചുകൊണ്ട് വന്നിൽ അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഓൾട്ടർ ചെയ്യും. അതിട്ട് ഫസ്റ്റ് ഡേ അഭിനയിക്കും, അടുത്ത ദിവസം അവർ കോസ്റ്റ്യൂം അഭിനയിക്കും. സോ അങ്ങനെ ആയിപ്പോയി. 120-140 ഫിലിംസ് വെറും പോലീസായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇത് എന്തായിട്ടെന്ന് അറിയോ? ഈ പോലീസായിട്ട് മാത്രം 120-140 ഇതിലെന്താന്ന് പറയാ പറ്റുന്ന ഇത് ചെയ്യുന്ന ഹിറ്റായി പോയിട്ടുണ്ട്. അല്ല, അത് ചില സന്ദർഭങ്ങൾ അങ്ങനെ തോന്നും. ഒരു ആക്ടറെ സംബന്ധിച്ചാൽ ചിലപ്പോ അത് ഈ പറഞ്ഞ പോലെ നമ്മള് ഈ ക്ലീഷ ആകുന്നത് നമുക്കൊരു ബുദ്ധിമുട്ടാണല്ലോ, സ്ഥിരം ഇങ്ങനെ ഒരു സാധനം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് വലിയ പാടാവത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എന്നെ പറയുകയാണെങ്കിൽ നമുക്ക് ശ്രീ അയ്യപ്പന് നമ്മുടെ റിയാസ്ക വന്നത് ഇനി അതിന് കുറ്റം വേണ്ട. ഈ ഒരു ലുക്കില് നമുക്ക് മലയാളത്തിലൊരു പടം വേണം അല്ലേ? പ്രൊഡ്യൂസർ ഡയറക്ടേഴ്സ് ഓഫ് മലയാളം എല്ലാരും നോക്കൂ. ഈ ലുക്കിൽ ഒരു പടം വേണമെന്നാണ് ജനലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരുപാട് പേർ കമന്റ് സെക്ഷനിൽ ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പൊ നമ്മള് നേരത്തെ പറഞ്ഞു വന്നത് സുധീരേട്ടന്റെ ഫാമിലി മാൻ ആയിട്ടുള്ള ഒരു റോൾ. അപ്പൊ അതിലേക്കൊന്ന് അറ്റാച്ച്ഡ് ആവാൻ ഈ പടത്തില് ടൈം എടുത്തോ? അങ്ങനെ ഒരു റോൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് കുടുംബത്തിൽ പോയി പഠിച്ചു കുറെ നാള്. അങ്ങനെയാണല്ലോ, ഒരു സ്ഥലത്ത് പോയി പഠിക്കുക, നാച്ചുറാലിറ്റി അങ്ങനെയാണല്ലോ. സാധാരണ ഞാൻ ആ ക്യാരക്ടർ ആവാൻ വേണ്ടി ലാസ്റ്റ് 6 months ഞാൻ ഈ വെറുതെ മൃഗയിലെ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് പുള്ളി ഏതോ ഒരു പേപ്പെട്ടി വിഷമേതായേറ്റ ഒരാളെ പോയി കണ്ട് അത് ക്യാരക്ടർ പഠിച്ചെന്നൊക്കെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത്. ഫാമിലി മാൻ ആകാൻ വേണ്ടി മറ്റൊരു ഫാമിലിയുമായി കണ്ടു പഠിച്ചു. അവിടെ കൂടെ താമസിച്ചു. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നത്? വേറെ റൂട്ടിലോട്ട് പോവാ. നിങ്ങളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് അറിയാം. എല്ലാവർക്കും അറിയാം ഞാൻ ഫാമിലി വരാന്നുള്ളത്. എന്റെ ഫാമിലിയില് ഞാൻ തികച്ചൊരു ഫാമിലി വേണം. എന്റെ മക്കള്, ഭാര്യ, അച്ഛൻ, അമ്മ എല്ലാം കൊണ്ട്. അപ്പോ അതിൽ നിന്ന് ആ ഒരു ക്യാരക്ടർ, കാരണം ഞാനിപ്പം എങ്ങനെയാണോ ഞാൻ പറഞ്ഞില്ലേ കുറച്ചാള് ദൈവം എന്നൊരു സങ്കല്പം പോലും എന്റെ മനസ്സിൽ നിന്ന് മാറി. കാര്യം എന്ന് വെച്ചാൽ ഞാൻ എന്തുകൊണ്ട് ദൈവത്തിൽ നിന്നുള്ള വിശ്വാസം മാറിയതെന്ന് പറഞ്ഞാൽ, കാര്യം 4 വയസ്സുള്ള കുട്ടിയെ ഒരാള് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നു. ഈ 4 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്ത് ഒരാള് കൊല്ലുമ്പോൾ അല്ലെങ്കിൽ അയാള് ചെയ്യുമ്പോൾ എന്താ ഇപ്പം ഒരു ദൈവത്തിന് പ്രത്യക്ഷപ്പെടണ്ടേ അവിടെ? എന്താ ഒരു ദൈവം പ്രത്യക്ഷപ്പെടാത്ത അവിടെ? അയ്യപ്പനെ പ്രത്യക്ഷപ്പെടാം. ഏത് മതത്തിൽ ജീസസിനോ അള്ളാഹുവിനോ. അപ്പൊ ഞാൻ ദൈവത്തിൽ നിന്ന് മാറി. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല ഈ ലോകം. നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാത്ത കുറെ കാര്യങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട്. ഇതെന്താണ് യൂണിവേഴ്സ് ഒന്നും അറിയാത്തതുകൊണ്ട് ഞാനൊന്ന് കുറെ ആളെ വിശ്വാസത്തിൽ മാറും. പിന്നെ എൻ്റെ ലൈഫിൽ എനിക്കൊരു അപകടം വയ്യാതെ വന്നപ്പോഴത്തേക്ക് ഞാൻ അപ്പം ദൈവമേ അല്ലെങ്കിൽ പഠിച്ചോനെ എനിക്ക് ആയുസ് തിരിച്ചു തരണേ. തിരിച്ചു തന്നാൽ ഞാൻ ഈ ലോകത്തിന് വേണ്ടി കുറെ നല്ല കാര്യങ്ങൾ ചെയ്യാം. അതിന് തിരിച്ചു കിട്ടിയ 2ാം ജന്മമാണ് എൻ്റെ. ഇതിൽ നിന്ന് ഞാൻ വന്നിട്ടാണ് ഞാൻ ദൈവത്തിൽ തുടങ്ങിയതും ദൈവത്തിന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയതും. അത് അന്ധവിശ്വാസമല്ല, വിശ്വാസം. അതിൽ നിന്ന് ചിരിക്കാൻ വേണ്ടില്ലേ?
സീരിയസ് ആയിട്ട് മരണം ചിരിക്കരുത്. ഒരു ചിരിച്ചല്ല, അപ്പൊ ഇന്ന് അത് ദൈവമാണ്, ആ ദൈവത്തിന്റെ ചിരിയാണത്. ആ ചൈതന്യം, അതാണ് ചൈതന്യം. അതാണ് ചൈതന്യം. ഇന്ന് എന്റെ വിശ്വാസത്തിലും അതുപോലെ തന്നെ ആ വിശ്വാസത്തിന്റെ പുറത്താണ് അയ്യപ്പൻ എന്നുള്ള സിനിമ അതൊരു ഹിറ്റായി മാറുമെന്നുള്ളൊരു വിശ്വാസം. തീർച്ചയായിട്ടും. അയ്യപ്പൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അല്ലേ? റിയാസൊക്കെ എങ്ങനെയാ, വിശ്വാസിയാണോ? ഞാൻ എന്നെ വിശ്വസിക്കുന്ന ആളാണ്, എൻ്റെ ജോലി വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ജോലിയിൽ കൂടെ മേളിലേക്ക് പോകുന്ന ഒരാളാണ്. കർമ്മം. കർമ്മ. ഇപ്പൊ അനീഷേട്ടാ, നമ്മൾ ഈ ആൾക്ക് പറയാറുണ്ട് ദൈവം എന്ന് പറഞ്ഞ പല ഇന്റർപ്രിട്ടേഷൻസ് ആണ്. അപ്പം ചില ആൾക്കാർ പറയും അതൊരു ഒരു പവറായിട്ട് ഉണ്ട് നമ്മുടെ യൂണിവേഴ്സിൽ. ചില ആൾക്കാർ പറയും അത് മനുഷ്യരാണ്, ചില മനുഷ്യരുടെ രൂപത്തിലായിരിക്കും നമുക്ക് ദൈവം നമ്മളിലേക്ക് എത്തുക. അപ്പം എന്താ ശരിക്കും ഒരു ഇന്റർപ്രിട്ടേഷൻ നമുക്ക് ദൈവത്തിന് കൊടുക്കാൻ പറ്റുക? ഉത്തരം അറിയാതെ പിന്നെ ഈസി അല്ല. എല്ലാം ഉത്തരം ചോദിക്കും, ക്വസ്റ്റ്യൻ ചോദിച്ചോണ്ടില്ല. പറ ചേട്ടാ. വിശ്വാസത്തെ കുറിച്ചാണ്. സമയമുണ്ടോ കേൾക്കാൻ? പറഞ്ഞു. പെട്ടെന്ന് പറയാം. ഒരു കഥ പറയട്ടെ. ഒരു 2 കുട്ടികൾ ഇങ്ങനെ ഒരു പൂച്ച ഇങ്ങനെ ഒരു മരത്തിന്റെ മേളിലേക്ക് കയറി പോകുന്നു. അപ്പോ 2 കുട്ടികൾ ആ പൂച്ച പിടിക്കാൻ ശ്രമിക്കും. പൂച്ച മേളിലേക്ക് കയറി പോവുക. കുട്ടികൾ മേളിലേക്ക് പോകുന്നതോറും അതിനേക്കാൾ ഉയരത്തിലേക്ക് ചാടി പിടിക്കാൻ നോക്കുന്നതിനനുസരിച്ച് പൂച്ച മേളിൽ പോകുന്നു. കുട്ടികൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഒരു ഫാദർ അതുവഴി ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുന്നുണ്ട് പള്ളിയിൽ വെച്ച്. അപ്പൊ അദ്ദേഹം വണ്ടി എടുത്തിട്ട് കുട്ടികളുടെ വിഷമം കണ്ട് പുള്ളി പറഞ്ഞു, വിഷമിക്കണ്ട, ഞാൻ പിടിച്ചുതരാന്ന് പറയുന്നു. പുള്ളി ശ്രമിക്കുമ്പോൾ വീണ്ടും അതിനേക്കാൾ ഉയരത്തിലേക്ക് ഈ പൂച്ച പോകുന്നു. അപ്പൊ കുട്ടികളുടെ വിഷമം കണ്ടിട്ട് പുള്ളി എന്ത്, വണ്ടിയുടെ പിറകില് ഒരു കയറ് കെട്ടിട്ട് ഒരു കുരുക്കിട്ട് ആ മരത്തിന്റെ ഏറ്റവും മുകളിൽ കെട്ടി. അപ്പൊ ഇങ്ങനെ വലിക്കുമ്പോൾ മരം ഇങ്ങനെ താഴ്ന്നു വരുമല്ലോ. എന്നിട്ട് പുള്ളി വണ്ടി കെട്ടിയതിന് ശേഷം, ആ കയർ കെട്ടിയ ശേഷം വണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മരം ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്, ചില്ല താഴ്ന്നു വരുന്നുണ്ട്, പൂച്ച ഇങ്ങനെ താഴ്ന്നു വരുന്നുണ്ട്. കുട്ടികൾ പിടിക്കാനായി തുടങ്ങുമ്പോഴേക്കും ഇത് പൊട്ടി പൂച്ച എങ്ങോട്ടോ തെറിച്ചു പോയി. അദ്ദേഹത്തിന് സോറി പറഞ്ഞിട്ട് അതേ യാത്രയായി. ഒരു 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം പുള്ളി സാധാരണ എല്ലാ ദിവസങ്ങളിലും ഇങ്ങനെ പള്ളികളിലെ വീടുകളൊക്കെ സന്ദർശിക്കുമല്ലോ. ഒരു വീട്ടിൽ ചെല്ലുമ്പോ ഒരു വീട്ടില് മറ്റൊരു വീട്ടില് ഒരു കുഞ്ഞ് ഒരു പൂച്ചയെ വെച്ച് കളിച്ചോണ്ടിരിക്കുക. ഇദ്ദേഹം കയറി വരുമ്പോ അന്ന് കണ്ട പൂച്ചയാണ്. പുള്ളി ചോദിച്ചു ഇത്. അപ്പൊ ഈ കുഞ്ഞിന്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയും, ഫാദറെ പറഞ്ഞാൽ വിശ്വസിക്കൂല, ഇവൻ പൂച്ചയെ ഭയങ്കര ഇഷ്ടമാണ്, ഇവൻ എന്നും പൂച്ചയെ വേണം എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്റെ കർത്താവിനോട് ചോദിക്കാൻ പറഞ്ഞു. ഇവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്ത് നിന്ന് ഒരു പൂച്ച വന്നിട്ട് മുമ്പ് വന്ന് വീണു. കർത്താവ് കൊടുത്ത ഈ പൂച്ച എന്ന് പറയുന്നു. അപ്പൊ അവരുടെ വിശ്വാസം കർത്താവ് കൊടുത്താണ്. പക്ഷെ റിയാലിറ്റി എന്താണെന്ന് ഫാദറിന് അറിയാം, നമുക്കും അറിയാം. ഇതാണ് വിശ്വാസം. വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാൻ, അല്ലാത്തവർക്ക് അത് യാഥാർത്ഥ്യത്തിലേക്ക് പോകാം. ഓക്കെ, വളരെ നല്ലൊരു ഉദാഹരണം അല്ലേ? ഇപ്പോ വിഷ്ണു, നമ്മൾ ഈ മതം അല്ലെങ്കിൽ അതുമായിട്ട് ഓറിയന്റഡ് ആയിട്ടുള്ള സിനിമകൾ എടുക്കുമ്പോൾ അത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം. നമുക്കത് മേക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ നമ്മുടെ ഈ സിനിമ മേക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ എന്തെങ്കിലും ചാലഞ്ചിങ് ഫേസസ് ഒക്കെ അല്ല, വിശ്വാസത്തിൽ നമ്മൾ ഒരു ബേസ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് മതം വിശ്വാസം എന്നൊക്കെ ഉള്ള കാര്യം വരുമ്പോൾ ഭയങ്കര സെൻസിറ്റീവ്, ആൾക്കാരൊക്കെ നമ്മുടെ സെൻസർ ബോർഡിനെക്കാട്ടിലും ഭയങ്കര കീനായിട്ടിരിക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമുക്കത് എന്തെങ്കിലും ചലഞ്ചസ് ഒരു വിശ്വാസത്തിൽ ബേസ് ചെയ്ത് നമ്മളൊരു സിനിമ എടുക്കുന്ന സമയത്ത് അങ്ങനെ ഉണ്ടായിരുന്നു? പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ടൈറ്റിൽസ് വരുമ്പോൾ ആൾക്കാർക്ക് അതല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിനൊരു ഫേസ് ഉണ്ടാവുമല്ലോ, അവർക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. അപ്പം അതിനെ എവിടെയെങ്കിലും ഹാനികരിക്കും എന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും ചലഞ്ചസ് അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അത് ചിലപ്പോ ചിലവർക്ക് സിനിമ കാണുമ്പോൾ തോന്നാം. പക്ഷെ നമ്മൾ അങ്ങനെ ഒരു മതത്തെയോ ഒരു ജാതിയെയോ വേറെ ഒന്നിനെയും കുറിച്ച് ഈ സിനിമയിൽ മോശമായിട്ട് പരാമർശിച്ചിട്ടേ ഇല്ല. അതിന് ഉദാഹരണമാണ്. കാരണം നമുക്ക് ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് ഒരു കട്ടും ചെയ്തിട്ടില്ല. UA സർട്ടിഫിക്കറ്റ് കിട്ടി. അപ്പൊ നമ്മൾ ഒരുപാട്, നമുക്കും ഇപ്പൊ താൻ പറയുന്ന പോലെ ഞങ്ങൾ വിചാരിച്ചിരുന്നു ഓൾമോസ്റ്റ് കുറച്ച് സീൻസ് പോവുമെന്ന്. അപ്പൊ ഞങ്ങൾ എന്താണോ സിനിമയിൽ ഓഡിയൻസിന് പറയാൻ ഉദ്ദേശിച്ചത് അത് അവർക്ക് അവിടെ ഓക്കെ. അതായത് ഒരു മതത്തിനെയോ ഒരു ജാതിയെയോ ഒരു രീതിയിൽ മോശമായി ഞങ്ങൾ ഈ സിനിമയിൽ ചിത്രീകരിച്ചിട്ടില്ല.